ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമാണ്. നേന്ത്രപ്പഴം വെച്ച് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി വലിയ പാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പഴം നമുക്ക് ഈ പഞ്ചസാരൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ ഒരു ജാർ എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 1 മിനിറ്റ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പതഞ്ഞ് കിട്ടും. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 1.25 കപ്പ് റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവക്ക് പകരം നമുക്ക് മൈദയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് 1 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ഇഷ്ടമുള്ളവർ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോൾ ഈ ഒരു പലഹാരത്തിന് ടേസ്റ്റ് കൂടെ തന്നെ ചെയ്യും. അപ്പോൾ അത് ചേർത്ത് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളി ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു പഴം കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിത് ഒരു അടപ്പ് കൊണ്ട് അടച്ചു കൊടുക്കാം. ഇനി അടപ്പിന് ഇതുപോലെ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവും. ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡും കൂടെ 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സൈഡും 1 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. പഴം വീട്ടിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. റവക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയോ മൈദയൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് നമുക്ക് നെയ്യിൽ വറുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചായൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്. അപ്പോൾ അവരുടെ പേരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്പെഷ്യൽ ഹായ് അറിയിക്കുന്നുണ്ട്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്